100 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ടീം വർക്കിലേക്ക് കടക്കുന്നെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ UDF-ൽ സീറ്റ് ചർച്ചകളും വികസിക്കുകയാണ്. മരുമോനിസം എന്ന ആരോപണം ആയുധമാക്കി PV അൻവറിലൂടെ CPIM കുത്തക മണ്ഡലമായ ബേപ്പൂർ പിടിക്കാനാണ് UDF-ന്റെ നീക്കം. അൻവറിനെ ഇറക്കിയാൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ തറപറ്റിക്കാനാകുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. മുസ്ലിം ലീഗിനും അൻവറിനെ ബേപ്പൂരിൽ നിർത്തുന്നതിൽ അനുകൂല നിലപാടാണ്. തൃപ്പൂണിത്തുറയിൽ കെ ബാബു പിൻവാങ്ങിയതോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായിരിക്കുന്നു. അൻവർ ഇറങ്ങിയാൽ ബേപ്പൂർ പിടിക്കുമോ? ആദ്യം RD എക്സ്ട്രാ. KPCCയുടെ ലക്ഷ്യ നേതൃ ക്യാമ്പിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. 100 സീറ്റ് നേടാനായി പലവിധ തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മതസാമുദായിക സംഘടനകൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുള്ള മുന്നണിയായി UDF-നെ മാറ്റാനാണ് ശ്രമം. വിജയസാധ്യത ലക്ഷ്യമിട്ട് ഘടകകക്ഷികളുമായി കോൺഗ്രസ് സീറ്റുകൾ വെച്ചുമാറിയേക്കും. കോൺഗ്രസ് ഘടകകക്ഷി സീറ്റ് വിഭജന ചർച്ചകളും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. CPIM കോട്ടയായ ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ PV അൻവറിനെ ഇറക്കി ശക്തമായ പോരാട്ടത്തിന് കളമൊരുക്കാനാണ് UDF നീക്കം. LDF വിട്ടതിന് പിന്നാലെ പിണറായി വിജയനും റിയാസിനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചയാളാണ് അൻവർ. M സ്വരാജിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ തവണ തിരിച്ചുപിടിച്ച തൃപ്പൂണിത്തുറയിൽ ഇത്തവണ മത്സരത്തിനില്ലെന്ന് കെ ബാബു വ്യക്തമാക്കി കഴിഞ്ഞു. അവിടേക്കും സെലിബ്രിറ്റികൾ അടക്കമുള്ള പേരുകൾ പരിഗണനയിലാണ്. തൃക്കാക്കര സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് സമാനമായ സാഹചര്യം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മേയർ പദവിയിൽ നിന്ന് തഴഞ്ഞതോടെ നിയമസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസ്. സീറ്റ് വിട്ടുകൊടുക്കാൻ ഉമാ തോമസും തയ്യാറാകില്ല എന്നതാണ് നേതൃത്വത്തിന്റെ പ്രതിസന്ധി. ആദ്യ ആപ്പ് ന്യൂസ് മലയാളം. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ PV അൻവറിനെ നിർത്താനാണ് UDF-ന്റെ ആലോചനയത്രേ. CPIM-ലെ അസംതൃപ്തരുടെ വോട്ട് കൂടി നേടാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് UDF നേതൃത്വം. LDF വിട്ടതിന് പിന്നാലെ PV അൻവർ പിണറായിസം, മരുമോനിസം തുടങ്ങിയ ആരോപണങ്ങൾ ശക്തമാക്കിയിരുന്നു. അൻവർ UDF-ലെത്തിയപ്പോൾ തന്നെ ബേപ്പൂരിലേക്ക് സ്വാഗതം ചെയ്ത് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അൻവർ മത്സരിച്ചാൽ കോഴിക്കോട്ടെ മറ്റു മണ്ഡലങ്ങളിലും നേട്ടമാകും എന്നതാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ബേപ്പൂരിൽ അൻവർ എത്തുന്നതിനോട് മുസ്ലിം ലീഗിനും പൂർണ്ണ യോജിപ്പാണ് എന്നതാണ് സാഹചര്യം. തൃപ്പൂണിത്തുറയിൽ വീണ്ടും മത്സരത്തിന് ഇല്ലെന്ന് നിലപാട് അറിയിച്ചിട്ടുണ്ട് കെ ബാബു. ബാബുവിന് പകരം കോൺഗ്രസ് പ്രധാനമായും പരിഗണിക്കുന്നത് രമേശ് പിഷാരടിയെയാണ്. M ലിജുവിന്റെ പേരും തൃപ്പൂണിത്തുറയിൽ പരിഗണനയിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സീറ്റിനായി സൗമിനി ജെയിൻ, രാജു P നായർ, ആന്റണി ആശാൻപറമ്പിൽ, തമ്പി സുബ്രഹ്മണ്യം തുടങ്ങിയവരും ഉണ്ട് എന്നതാണ് വിവരം. കടക്ക് പുറത്ത് എന്നത് ഒരു പ്രയോഗമായി ഇങ്ങനെ നിലവിലുണ്ട്. അതായത് മാധ്യമപ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രി പ്രയോഗിച്ച പ്രയോഗമാണ് കടക്ക് പുറത്ത് എന്നത്. അതൊരു പ്രചാരണ മുദ്രാവാക്യമാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ലക്ഷ്യ 2026 ക്യാമ്പിൽ സുനിൽ കനകോലുവാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും വേണമെന്ന ആവശ്യം ഇതിനിടയ്ക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. ഇടുക്കി, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി സീറ്റുകൾ വെച്ചുമാറുന്നതിൽ ചർച്ച നടന്നിട്ടില്ല എന്നും ജോസഫ് വിഭാഗം പറയുന്നു. പുതുപ്പള്ളിയിൽ ആര് നിന്നാലും ജയിക്കാവുന്ന സാഹചര്യമാണെന്നും തീരുമാനം പാർട്ടി എടുക്കുമെന്നും ചാണ്ടി ഉമ്മൻ ഇന്ന് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മത്സരിക്കുകയാണെങ്കിൽ കുണ്ടറ തന്നെ മതിയെന്ന താല്പര്യം നേതൃത്വത്തെ അറിയിച്ചെന്ന് PC വിഷ്ണുനാഥും വ്യക്തമാക്കി. ഇരുവരുടെയും വാക്കുകളിലേക്ക്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥിക്ക് എപ്പോഴും അനുകൂല സാഹചര്യമാണ് എന്നും ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ പാർലമെന്റ് ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും അതങ്ങനെ തന്നെ നിൽക്കും. ഞാൻ മത്സരിക്കുമെങ്കിൽ കുണ്ടറയിൽ തന്നെ മാത്രമായിരിക്കും മത്സരിക്കുക. എൻ്റെ പാർട്ടി നേതൃത്വത്തിനോട് ആ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ തവണ കുണ്ടറയിലെ ജനങ്ങൾ നൽകിയ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അവരോടൊപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. റൈറ്റ്. ഈ UDF-ലെ ഈ ഡെവലപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ ഇക്കാര്യങ്ങളിൽ വിശകലനത്തിനായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും ഈ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ CPIM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു അസാധാരണ പ്രഖ്യാപനം നടത്തിയതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്താൽ ആ മട്ടിലുള്ള സാഹചര്യമല്ല തീർച്ചയായും കോൺഗ്രസ്സിൽ. ഇപ്പോൾ മത്സരിച്ചാൽ കുണ്ടറ തന്നെ മതി എന്ന് പറയാവുന്ന സാഹചര്യം തീർച്ചയായും കോൺഗ്രസ്സിലുണ്ട്. ആ രീതി, അതാണ് അവർ തുടരുന്ന രീതി. ഒരുപക്ഷെ കാലേ കൂട്ടി സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത നേതാക്കൾ പോലുമുണ്ട്. ഇപ്പോൾ ഈ വയനാട്ടിലെ ലക്ഷ്യ 2026 ശേഷമുള്ള സാഹചര്യം എങ്ങനെയാണ്? എന്താണ് കനകോലു പഠിപ്പിച്ചിരിക്കുന്ന പദ്ധതികൾ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ?
ഹർഷൻ, ഈ തെരഞ്ഞെടുപ്പിൽ 100+ എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ ലക്ഷ്യ ക്യാമ്പയിനിൽ വി.ഡി. സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 85 സീറ്റുകൾ അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അതിൽ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകളിലെല്ലാം ആ കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. കനകോലു പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായുള്ള ക്യാമ്പയിനുകൾ വേണം എന്നുള്ളതാണ്. അത് നിലവിൽ തന്നെ അവർ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലൊരു ആത്മവിശ്വാസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. അതിൽ അവർ പറയുന്ന ഒരു കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും നഗരസഭകളിലാണെങ്കിലും ആ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് ഒരു പ്രാദേശിക വികാരം മാത്രമല്ല, അതിനകത്തൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു താല്പര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിന് കാരണമായി പറയുന്നത്. പക്ഷേ അവരുടെ മുന്നിലുള്ളൊരു വെല്ലുവിളി ഇപ്പോൾ ഹർഷൻ, നമുക്ക് മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെയുള്ളത് 23 സീറ്റ് മാത്രം. ആകെ 42 സീറ്റാണ് നിയമസഭയിൽ UDF-നകത്തുള്ളത്. അതിൽ 23 സീറ്റും മലബാറിലാണ്. ആ ഭൂരിഭാഗം സീറ്റും മുസ്ലിം ലീഗിനാണ്. 15 സീറ്റുകളാണ് മുസ്ലിം ലീഗിന് ഉള്ളത്. ബാക്കിയുള്ള സീറ്റുകൾ കോൺഗ്രസിനാണ്. കോൺഗ്രസിന് 7 സീറ്റുകൾ മാത്രമാണ് മലബാർ മേഖലയിൽ നിന്നുള്ളത്. അപ്പം ബാക്കിയുള്ള സീറ്റുകൾ ഈ 100-ലേക്ക് എത്തണമെങ്കിലും ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് കൂടുതൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണം എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിനുവേണ്ടി അവരുടെ ക്യാമ്പയിനുകൾക്ക് തുടക്കമിടാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഫെബ്രുവരിയിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ സമരങ്ങൾ, അത് കേന്ദ്ര സർക്കാരിനെതിരെയാണെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെയാണെങ്കിലും ക്യാമ്പയിൻ തുടങ്ങും. പിന്നെ അവരുടെ ക്യാമ്പയിനിൽ എന്ന് പറയുന്നത് ഇപ്പോൾ കടക്ക് പുറത്ത് എന്നുള്ളതാണ്. കടക്ക് പുറത്ത് എന്നുള്ള പ്രയോഗം നേരത്തെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് നടത്തിയിട്ടുള്ള ആ പ്രയോഗമാണ്. അതെടുത്തിട്ടാണ് ഇപ്പോൾ ആ സർക്കാരിനോട്, LDF സർക്കാരിനോട് കടക്ക് പുറത്ത് എന്ന രീതിയിലുള്ള ആ ഒരു പ്രയോഗമായി വരുന്നത്. ഒരുപക്ഷെ അതിനകത്ത് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ടോണുണ്ട്. ഒരു സാധാരണഗതിയിൽ ഒരു സർക്കാർ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു മുന്നണി അവരുടെ വാക്കായി കാണുന്നത്, അവരുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി കാണുന്നത് കടക്ക് പുറത്ത് എന്നുള്ളതാണ്. LDF-നോടാണ് പറയുന്നതെങ്കിൽ പോലും അതിനകത്തൊരു നെഗറ്റീവ് ടോണുണ്ട്. പക്ഷേ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും അവർക്ക് എല്ലാ മേഖലയിൽ നിന്നും UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 കക്ഷികൾ, ഒന്ന് PV അൻവർ ഒപ്പം വരുന്നുണ്ട്, പിന്നെ CK ജാനു ഉണ്ട്. PV അൻവറിനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് സംബന്ധിച്ചുള്ള ഏറെക്കുറെ ഒരു ചർച്ചയിലേക്ക് UDF പോയി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം കോഴിക്കോട് ബേപ്പൂർ ആലോചിക്കുന്നു. 3 സീറ്റുകളാണ്, അല്ലെങ്കിൽ 3 സ്ഥലങ്ങളാണ് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം പരിഗണനയിലുണ്ടായിരുന്നത്. ഒന്ന് ബേപ്പൂർ, പട്ടാമ്പി, തവനൂർ. അതിൽ കോഴിക്കോട് നിർത്തിക്കഴിഞ്ഞാൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസുമായി നേരിട്ടൊരു ഫൈറ്റ് നടത്തുമ്പോൾ അത് കൂടുതൽ ഗുണം കിട്ടും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒന്ന് PV അൻവർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്, ഇനി പിണറായിസം അവസാനിപ്പിക്കുക, മരുമോനിസം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ശ്രദ്ധാകേന്ദ്രമായി അത് മാറ്റാൻ കഴിയും. മറ്റൊന്ന്, കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ടോളമായി കോൺഗ്രസിന് MLA-മാരില്ല. അപ്പോൾ അവരിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് അവർ വിലയിരുത്തുന്നത് പേരാമ്പ്ര, കൊയിലാണ്ടി, നാദാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി, ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും, അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ബേപ്പൂർ പോലെയൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ശക്തമായ CPM-നെതിരെ ശക്തമായ ഒരു മത്സരം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. എന്തായാലും ഈ ക്യാമ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ അവരുടെ ക്യാമ്പിൽ വലിയ തോതിൽ UDF കോൺഗ്രസിന് വലിയൊരു ഉണർവുണ്ടായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അങ്ങനെയാണെങ്കിൽ പ്രസാദ്, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ UDF-ൽ പുതുതായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന, ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥിത്വം എന്നത് PV അൻവറിൻ്റേത് തന്നെയാണല്ലേ? ഏറെക്കുറെ PV അൻവറിൻ്റേത് തന്നെയാണ് എന്ന് പറയാം. നേരത്തെ ഹർഷൻ പറയുന്നത് പോലെ ഇപ്പം വിഷ്ണുനാഥൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ പതിവാണ്, അവർക്ക് താല്പര്യമുള്ള സീറ്റുകൾ പരസ്യമായി തന്നെ അവർ പറയാറുണ്ട്. ഇപ്പോൾ PV അൻവറിനെ ഒരു കൃത്യമായൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഫൈറ്റിലേക്ക് പോകുന്നു എന്നൊരു തോന്നലുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ PV അൻവറിനോട് ഒപ്പം നിൽക്കുന്ന ആളുകളും അത് തന്നെയാണ് പറയുന്നത്. കാരണം എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ അതിനകത്ത് മൊത്തത്തിൽ UDF ക്യാമ്പിന് ആകെ ഉണർവ് തരുന്ന തരത്തിലൊരു ഫൈറ്റ് ഉണ്ടാക്കിയെടുക്കും. ഇപ്പം പട്ടാമ്പിയിലോ അല്ലെങ്കിൽ തവനൂരോ മത്സരിച്ചാൽ ആ രീതിയിലൊരു മാധ്യമ ശ്രദ്ധ PV അൻവർ UDF-ന്റെ ഭാഗമായി മത്സരിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു വലിയ ഫൈറ്റ് നടത്തുന്നു എന്നൊരു തോന്നൽ. തീർച്ചയായിട്ടും അൻവർ പലപ്പോഴും അൻവർ ഒറ്റയ്ക്ക് നിന്ന് പരാജയപ്പെടുന്ന സ്ഥലത്തും അൻവർ ഒരു ഓളം ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിൽ കാലങ്ങളായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓളം ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ആ തീരുമാനവും. മറ്റ് മണ്ഡലങ്ങളിലേക്കും മറ്റ് സാഹചര്യങ്ങളിലേക്കും ഒക്കെ വന്നാൽ, ഇപ്പോൾ തൃക്കാക്കര സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ കാര്യത്തിൽ ദീപ്തി മേരി വർഗീസ്
അടക്കം ആ സീറ്റിൻ്റെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സൗമിനി ജെയിന് ആ സീറ്റ് വേണമെന്നുള്ള താല്പര്യം അറിയിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉമാ തോമസ് അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. ഇപ്പുറത്ത് തൃപ്പൂണിത്തുറയിലേക്ക് വന്നാൽ തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടിയെ പരിഗണിക്കുന്നു എന്നുള്ള കൗതുകം കേൾക്കുന്നു. അതിനേക്കാൾ അവിടെ M. ലിജുവിൻ്റെ പേര് വരുന്നു എന്നുള്ളത് ഏറ്റവും കൗതുകകരമായ കാര്യമാണ്. അങ്ങനെ ചില മാറ്റങ്ങൾ കൂടി നടക്കുന്നുണ്ടല്ലോ. ഈ ചർച്ചകളിൽ നിന്ന് അവർ വിജയം എന്നത് മാത്രമാണ് പ്രഥമ പരിഗണന എന്നുള്ള തോന്നൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും. കാരണം വിജയിക്കുക മാത്രമാണ് ലക്ഷ്യം എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയാം. ഇപ്പോൾ തൃക്കാക്കരയിൽ വന്നു കഴിയുമ്പോൾ ഉമാ തോമസ് അവിടെ നിന്ന് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ദീപ്തി മേരി വർഗീസ് അവർക്ക് കൊച്ചിയിൽ മേയറാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായും അവരുടെ അടുത്ത ക്ലെയിം എന്ന് പറയുന്നത് നിയമസഭയിലേക്ക് മത്സരിക്കുക. അപ്പോൾ അവിടെ ഒരു തർക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. തൃപ്പൂണിത്തുറയിൽ പിന്നെ കെ ബാബു മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയോടുകൂടി തന്നെ അടുത്ത താരം ഒരു സെലിബ്രിറ്റിയാണോ വേണ്ടത്, അല്ലെങ്കിൽ പാർട്ടി നേതാവ് M. ലിജുവിൻ്റെ പേരും പിഷാരടിയുടെ പേരൊക്കെ അവിടെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഏതായാലും എവിടെയാണെങ്കിലും ഇപ്പോൾ പ്രധാന പരിഗണന ഇപ്പോൾ VD സതീശൻ തന്നെ ഇവരുടെ ലക്ഷ്യ ക്യാമ്പിൽ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ, അതായത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിപ്പോലും ഒരു തർക്കമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല, ഇവിടെ വിജയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം, അതിനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാകുക. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് അവിടെ UDF ക്യാമ്പിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നൊരു ആത്മവിശ്വാസം അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഉദാഹരണമായി പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് സാധാരണ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. പക്ഷേ താരതമ്യേന ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറികളൊന്നും തന്നെ കോൺഗ്രസിൽ നിന്ന് കേട്ടിരുന്നില്ല, അല്ലെങ്കിൽ UDF നിന്ന് കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാൾ മികച്ച രീതിയിൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തൃക്കാക്കരയാണെങ്കിലും തൃപ്പൂണിത്തുറയാണെങ്കിലും അവിടെയൊന്നും ഈ രീതിയിലുള്ള ഇവിടെ തർക്കങ്ങൾ ആളുകൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDF-നുള്ളത്. റൈറ്റ്. പ്രസാദാണ് ഒപ്പം ചേർന്നതിൻ്റെ വിശകലനത്തിനായി. എന്തായാലും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചേർന്ന ലക്ഷ്യ 2026 തന്നെ അതിൽ വളരെ നേരത്തെ ഇന്നലെ നമ്മൾ സംസാരിച്ചതാണ്, വളരെ വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു അത്. അവിടെ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും അതിൽ രസകരമായി തോന്നിയ കമൻറ്റ് അത് KC വേണുഗോപാലിൻ്റേതാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, കേന്ദ്രത്തിൽ ഭരണമില്ല, കേരളത്തിൽ ഭരണമില്ല, പാവപ്പെട്ട ജനങ്ങളുടെ അടുത്തുനിന്ന് പിരിച്ചു കിട്ടുന്ന കാശ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾക്ക് PR ഏജൻസിയുടെ പരിപാടിയില്ല, അപ്പുറത്ത് തേങ്ങ ചിരകുമ്പോൾ ഇവിടെ ചിരട്ടയെങ്കിലും ഞങ്ങൾ ചിരകട്ടെ എന്നാണ് തമാശ മട്ടിൽ അദ്ദേഹം ചോദിച്ചത്. എന്തായാലും അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്ന ചില കാര്യങ്ങൾ, കനകോലു KC വേണുഗോപാലിൻ്റെ ഒപ്പം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹവുമായി കനകോലുവുമായി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു PR ഏജൻസി ഇല്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ എത്രയോ അതുക്കും മേലെയുള്ള ഒരു സംവിധാനത്തിനൊപ്പം നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് കണക്ക് പുറത്ത് എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് തന്നെ ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയായി നമുക്ക് മുന്നിലുണ്ട്. മാത്രമല്ല 5 സ്റ്റാർ കനത്ത തുക കൊടുക്കേണ്ടി വരുന്ന 5 സ്റ്റാർ ഹോട്ടലിലാണ് ഈ പറയുന്ന പൈസയില്ലാത്ത കോൺഗ്രസിൻ്റെ യോഗം നടക്കുന്നത്. അത് വേണ്ടെന്നല്ല കേട്ടോ, അങ്ങനെയൊക്കെയുള്ള യോഗങ്ങളൊക്കെ നടന്നു വേണമല്ലോ ഈ കാര്യങ്ങളിലേക്കൊക്കെ തീരുമാനങ്ങളിലേക്കൊക്കെ എത്താൻ. ഒരു ഇമേജ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ പറയാൻ കൂടി കഴിയുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു കൗതുകം. എന്തായാലും ഈ തർക്കങ്ങൾ, വലിയ തർക്കങ്ങളില്ലാതെ സീറ്റ് നിർണയത്തിലേക്ക് പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കനത്ത ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ആ ശ്രമത്തിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുന്നുമുണ്ട്. ഓരോ സീറ്റിലും വിജയത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു പരിഗണനയും വേണ്ടതില്ല എന്ന പൊതു നിലപാട് UDF ക്യാമ്പ് സ്വീകരിച്ചിട്ടുമുണ്ട്. ഗ്രൂപ്പ് വീതം വെപ്പും മുന്നണിയിലെ തമ്മിലടിയും കാരണം ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് കോൺഗ്രസിൻ്റെ ചിന്ത. അൻവർ അടക്കം UDF-നോട് സഹകരിക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ ആവശ്യമായ ഫോർമുല മുന്നണിയിൽ തയ്യാറായി കഴിഞ്ഞു. അപ്പോഴേക്കും സീറ്റ് വിഭജനം എളുപ്പമാകില്ലെന്ന സൂചനകൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഘടകകക്ഷികളിൽ നിന്നും വന്നു തുടങ്ങുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.